ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് വൈഡ് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോൾ നടന്നിരിക്കുന്ന ലാസ്റ്റ് അഡ്വൈസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലോ. അപ്പോൾ നിലവിലിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 68.67 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 482 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 507 പേരും അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിയിൽ 20 പേരും ഉൾപ്പെട്ട 1009 കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു ASMൻ്റെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് 66 കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 405. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 576, ഈഴവയിൽ റാങ്ക് 601, SCയിൽ SLൽ 58 റാങ്കും, STയിൽ 28, അതായത് SL 28 റാങ്കും, ML SL 07, LCAIയിൽ SL 13, അതുപോലെ OBCയിൽ 609, VL 579, SIUCNൽ SL 04, ഹിന്ദു Nൽ 439, SCCCയിൽ SL 10, D SL 09. ഇത്രയുമാണ് എന്ത് പോയിരിക്കുന്നത്, അഡ്വൈസ് പോയിരിക്കുന്നത്. ഇത്രയും റാങ്കുകാർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ 405 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 66 ഇപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് നോക്കിയേ, വീണ്ടും കൂടി 68.67 മാറി. ഇനി അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 67.67 കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 195, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 214, അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിയിൽ 37 പേര് ഉൾപ്പെട്ടിട്ട് 446 പേരുമായിട്ടാണ് റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ അഡ്വൈസ് നടന്നിരിക്കുന്നതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 64. അതിൽ 165 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 338, ഈഴവ 352, SC 12, ST 9, M 467, LCAI 597, OBC 338, അതേപോലെ V 423, SIUCN 296, ഹിന്ദു നാടാർ 176, SCCCC 7, D 271. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും റാങ്കിനുള്ളിലുള്ളവർക്കാണ് അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത്. അടുത്തത് നമ്മുടെ പത്തനംതിട്ട ജില്ലയെ എടുക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ നിലവിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 63.33. അതിൽ മെയിൻ ലിസ്റ്റിൽ 129 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 142, ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൽ ആരും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ ടോട്ടൽ 271 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കഴിഞ്ഞ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 61 അതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ജനുവരി 24. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 205 റാങ്കും, അതുപോലെ ഈഴവ 208, SC 8, ST 1, മുസ്ലിം 326, LC 278, OBC 198, VIS 189, SIUC 178, SCCയിൽ SL 1, Dയിലും SL 1, അതുപോലെ ഹിന്ദു നാടാറിൽ 229 റാങ്ക് ആൾക്കാർക്കാണ് പോയിരിക്കുന്നത് അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത്. അടുത്തത് എന്താണ്, നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 66. അതിൽ മെയിൻ ലിസ്റ്റിൽ 178 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 190, ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിയിൽ 20 പേര്. അങ്ങനെ ടോട്ടൽ 388 പേരുമായിട്ടാണ് റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് ജനുവരി 19 അതിൻ്റെ കട്ട് ഓഫ് 61.67 കട്ട് ഓഫ്. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് ഒക്കെ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കുക, കാരണം കട്ട് ഓഫ് ഒക്കെ വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 293 റാങ്ക് പ്രകാരവും, ഈഴവ 302 റാങ്കുകാർക്കും, അതുപോലെ SCക്ക് R11, ST R15, M 314, LCAI 510, OBC 493, V 347, SIUC നാടാർ 508, SCCC R4, D 290, ഹിന്ദു നാടാർ 341.
ഇത്രയും റാങ്കിൽ ഉൾപ്പെട്ട മീൻസ് ഇത്രയും ഈ ഒരു പൊസിഷനിലുള്ള ആൾക്കാർക്കാണ് എന്ത് പോയിരിക്കുന്നത്, അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത്. അടുത്തത് കോട്ടയം ജില്ലേൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 64.67. അതിൽ മെയിൻ ലിസ്റ്റിൽ 132 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 155 പേര്. അങ്ങനെ ടോട്ടൽ 287 പേരാണ് കോട്ടയം ജില്ലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 63 കട്ട് ഓഫ് വരുന്നത്. അതിൽ ലാസ്റ്റ് അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത് ജനുവരി 22 2026 ജനുവരി 22 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓപ്പൺ കാറ്റഗറിയിൽ 204, പിന്നെയോ ഈഴവ 209, SC 8, ST 7, മുസ്ലിമിൽ 269, LCAI 3, OBC 379, അതുപോലെ V 160, SIUCN 343, SEC 2, D 262, ഹിന്ദു നാടാറിൽ 246, DALV പിന്നീട് ആരും ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കട്ട് ഓഫ് 63. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 131 അഡ്വൈസ് ആണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ പോയിട്ടുള്ളത് കേട്ടോ നിലവിൽ. അടുത്തത് ഏതാണ്? നമ്മുടെ ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61.67. അതിൽ മെയിൻ ലിസ്റ്റിൽ 100 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 107 പേര്, ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറീസിൽ 26. അങ്ങനെ 233 പേര് അടങ്ങുന്ന റാങ്ക് ലിസ്റ്റാണ് പുറത്തു വന്നിരുന്നത്. അതിൽ നമുക്ക് ഇനി കഴിഞ്ഞ, അതായത് എന്താണ്, കോട്ടയം ജില്ലേൻ്റെ ഇടുക്കി ജില്ലയുടെ പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 57.33 അതായിരുന്നു കട്ട് ഓഫ്. അതിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2025 ഡിസംബർ 12 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 55 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 66, ഈഴവ 62, SC 127, ST 3, മുസ്ലിം 131, LCAI 275, OBC 149, V 20, SIUCN 254, SEC 225. ഇത്രയും പേർക്കാണ് എന്ത് പോയിരിക്കുന്നത്, അഡ്വൈസ് മെമ്പർ. ഈ റാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അടുത്തത് എറണാകുളം ജില്ലേൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല. പ്രീവിയസ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ കട്ട് ഓഫ് 64.67 കട്ട് ഓഫ്. അപ്പോൾ അതിൽ നിലവിൽ 230 ടോട്ടൽ അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 230 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 417 റാങ്കുകാരനും, ഈഴവയിൽ 423 റാങ്കുകാരനും, SC 117, ST 8, M 475, LCAI 663, OBC 727, V 599, SIUCN 1, SCC 4, D 565, HN 872, DA അതൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഈ റാങ്കുകാർക്കാണ് എന്ത് പോയിരിക്കുന്നത്, അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത്. അടുത്തത് നമ്മൾ തൃശ്ശൂർ ജില്ല എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ നിലവിലെ കട്ട് ഓഫ് 68.33 അതിൽ മെയിൻ ലിസ്റ്റിൽ 197 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 210 പേരും ഉൾപ്പെട്ട് 407 പേരുമായിട്ടാണ് റാങ്ക് ലിസ്റ്റ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ്, 66.33. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ജില്ലേനെ നോക്കിയാൽ ഒരു ജില്ലയ്ക്കും പ്രീവിയസ് കട്ട് ഓഫിനേക്കാൾ കുറവല്ല നിലവിലെ കട്ട് ഓഫ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ അത് നിങ്ങളുടെ പരീക്ഷയും ഇനി വരാനിരിക്കുന്ന പരീക്ഷയും വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കട്ട് ഓഫ് ഒക്കെ വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ചിന്തിക്കുക. അപ്പോൾ നിലവിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 182 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ജനുവരി 28 അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 341, ഈഴവ റാങ്ക് 349, SC 23, ST 11, M 11, LCAI 1, OBC 359, V 352, SIUCN SL 3, ഹിന്ദു നാടാർ SL3, SCC SL2, D 230. ഇത്രയും പേർക്കാണ് എന്ത് പോയിരിക്കുന്നത്, അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത്. അടുത്തത് ഏതാണ്, നമ്മുടെ പാലക്കാട് ജില്ല അല്ലേ. പാലക്കാട് ജില്ലേൻ്റെ അടുത്ത് നോക്കിയാൽ കട്ട് ഓഫ് 68. അപ്പോൾ അവിടെ മെയിൻ ലിസ്റ്റിൽ 179 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 194, ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറീസിൽ 35. അങ്ങനെ മൊത്തം 408 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രീവിയസ് കട്ട് ഓഫ് നോക്കിയാൽ നിങ്ങൾക്കറിയാം 65.33 പ്രീവിയസ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിൽ
ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 345, ഈഴവ 347, SC 542, ST SL 05, M 455, LCAI 13, OBC 369, B 500, SIUCN 1, ഹിന്ദു നാടാർ 179, SEC 02, D 03 എന്നീ റാങ്കുകൾക്കാണ് എന്ത് പോയിരിക്കുന്നത്, റാങ്കുകാർക്കാണ് അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത്. അതിൻ്റെ കട്ട് ഓഫ് നോക്കി 65.33, ഇപ്പോഴത്തതോ 68. അടുത്തത് നമ്മുടെ മലപ്പുറം ജില്ല എടുത്തു കഴിഞ്ഞാലോ അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അവിടെയും എന്താണ് 68. മെയിൻ ലിസ്റ്റിൽ 229, സപ്ലിമെന്ററി ലിസ്റ്റിൽ 237, അങ്ങനെ 466 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവിടെ പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 63, അതിൽ അഡ്വൈസ് പോയിരിക്കുന്നത് 208 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓക്കെ, 208 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 337, ഈഴവ 341, SC 2, ST 7, M 375, LCAI 15, OBC 588, V 351, SIUCN 716, SCC 5, D 3, ഹിന്ദു നാട 687. ഈ റാങ്കുകാർക്കാണ് അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത്. ഈ റാങ്കിന് ഉള്ളിലുള്ളവർക്കാണ് എന്ത് പോയിരിക്കുന്നത്, അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത്. അടുത്തത് നമ്മുടെ കോഴിക്കോട് ജില്ല എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലേൻ്റെ കട്ട് ഓഫ് നോക്കിയേ 69.67. അതിൽ മെയിൻ ലിസ്റ്റിൽ 222, സപ്ലിമെന്ററി ലിസ്റ്റിൽ 238, അങ്ങനെ മൊത്തം 460 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രീവിയസ് കട്ട് ഓഫോ അതും കുറവൊന്നുമല്ല, 66 ആയിരുന്നു കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ്. അതിൽ ഇതുവരെ 208 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ജനുവരി 27-നാണ്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 453 വരെയും, ഈഴവ 436 വരെയും, SCയിൽ 14 വരെയും, ST 13 വരെയും, M 461 വരെയും, LCAIയിൽ 10 വരെയും, OBCയിൽ 426, Vയിൽ 395, SIUCNയിൽ 3, ഹിന്ദു നാടാർ 1, SEC 4, D 543. ഇത്രയും ഈ റാങ്കിന് ഉള്ളിൽ ഉൾപ്പെട്ടവർക്കൊക്കെ എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. അടുത്തത് എന്താണ്, നമ്മുടെ വയനാട് ജില്ല നോക്കിയേ കട്ട് ഓഫ് 63.67. അപ്പോൾ അവിടെ മെയിൻ ലിസ്റ്റിൽ 99 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 119 പേരും, അങ്ങനെ ടോട്ടൽ 218 പേർക്കാണ് എന്ത് പോയിരിക്കുന്നത്, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് കട്ട് ഓഫ് 62 അതിൽ 68 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ജനുവരി 20-നാണ്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 108 വരെയും, ഈഴവയിൽ 113 വരെയും, SCയിൽ 4 വരെയും, STയിൽ 13 വരെയും, Mൽ 123 വരെയും, LCAIയിൽ ഒന്നുമില്ല, OBCയിൽ 108, പിന്നെയോ SIUCNൽ 63, SCCയിൽ SL2, അതേപോലെ ഹിന്ദു നാടാറിൽ 296. ഇത്രയും റാങ്കിനുള്ളിൽ ഉൾപ്പെട്ടവർക്കൊക്കെ എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. അടുത്തത് എന്താണ്, കണ്ണൂരിൻ്റെതാണ്. അവിടെ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് എത്രയാണ്, 70 കട്ട് ഓഫ്. ഓക്കെ, അതിൽ മെയിൻ ലിസ്റ്റിൽ 149, സപ്ലിമെന്ററി ലിസ്റ്റിൽ 158, ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിയിൽ 35 പേര്, അങ്ങനെ ടോട്ടൽ 342 പേരുമായിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പം പ്രീവിയസ് കട്ട് ഓഫ് നോക്കിയാലോ അതും ഒട്ടും കുറവല്ല, 66 പ്രീവിയസ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 334 വരെയും, ഈഴവ കാറ്റഗറിയിൽ 353 വരെയും, SCയിൽ 11 വരെയും, STയിലും 11 വരെയും, M 490 വരെയും, LCAIയിൽ 5 വരെയും, OBC 342 വരെയും, V 265 വരെയും, SIUCNൽ 3, SECയിൽ 6, D 3, ഹിന്ദു നാടാർ 2. ഇത്രയും ആണ് എന്ത് പോയിരിക്കുന്നത്, അഡ്വൈസ് മെമ്മോ. ഈ റാങ്കുകാർക്കാണ് അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത്, ഇതിനുള്ളിലുള്ളവർക്ക് കേട്ടോ. ഇനി കാസർഗോഡ് എടുത്താലോ, കാസർഗോഡിൻ്റെ കട്ട് ഓഫ് നോക്കിയേ 73. അപ്പോൾ അതിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ 73 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 93 പേര്, ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറീസിൽ 25, അങ്ങനെ മൊത്തം 191 പേരാണ് കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി ലാസ്റ്റ് അഡ്വൈസ് കാസർഗോഡ് ജില്ലയിൽ പോയിരിക്കുന്നത് ജനുവരി 20-നാണ്. ടോട്ടൽ അഡ്വൈസ് കാസർഗോഡ് ജില്ലയിൽ 38. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 60.67 ആയിരുന്നു. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 68, ഈഴവ 68, SC 378, ST 152, M 170, LCAI 3, OBC 50, V 58, D 83. അങ്ങനെയാണ് എന്ത് പോയിരിക്കുന്നത്, നമ്മുടെ അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ എന്താണ് നമ്മളിപ്പോൾ ഈ എന്തിനു വേണ്ടിയാണ് ഈ കട്ട് ഓഫും അനാലിസിസും ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും പി എസ് സിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് മാറുന്നത്, പി എസ് സി എന്താണ്, അതായത് കട്ട് ഓഫിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, കട്ട് ഓഫ് കുറയാണോ കൂടാണോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെക്ഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്, നമ്മൾ അടുത്ത ഇനി വരാനിരിക്കുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. 10th ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ട്, +2 ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ട്, ഡിഗ്രി ബേസ്ഡ് പരീക്ഷകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. 2026 എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാലമാണ്. അപ്പോൾ ഈ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫെബ്രുവരി 16 കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ആ ഒരു ബാച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്താണ് ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSോ VFAയോ ഏത് എക്സാമിന് വേണ്ടിയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിന് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മികച്ച പഠനം മിൻറ്റിനോടൊപ്പം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.